ഹായ് ഫ്രണ്ട്സ്, നമ്മളിവിടെ നിൽക്കുന്നത് മലയങ്കിരി ശാന്തമൂല എന്ന സ്ഥലത്താണ്. ഇവിടെ ക്രാഫ്റ്റ് വർക്ക് ചെയ്യുന്ന ഒരു മാഡത്തിനെ കാണാനാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ക്രാഫ്റ്റ് വർക്ക് ചെയ്യുന്ന രീതി, അതിനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ഇതൊക്കെ നമുക്ക് അറിയാം. അപ്പോൾ നമുക്ക് മാമിൻ്റെ അടുത്ത്. ഹായ് മാം, എൻ്റെ പേര് അശ്വതി. ഞാൻ തിരുവനന്തപുരം ജില്ലയിൽ പുളിയറക്കോണം എന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത്. മാഡത്തിൻ്റെ കുറേ അധികം വീഡിയോസും അതിനെപ്പറ്റിയുള്ള കുറേ ഞാൻ കണ്ടിട്ടും കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് എടുത്ത് ഒന്ന് ഇൻ്റർവ്യൂ ആക്കണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ വന്നതാണ് സന്തോഷം. അപ്പോൾ ഇതിൻ്റെ കുറച്ച് കാര്യങ്ങൾ അറിയണം. ഇത് നിർമ്മിക്കാൻ എന്തെങ്കിലും ഒരു കാരണം കാണും, അതൊന്ന് വ്യക്തമാണ്. ഇത് കൊറോണ കാലത്ത് എല്ലാവരും ചെയ്യുന്നത് കണ്ടിട്ട് അങ്ങനെയാണ് ഞാൻ ചെയ്യാനായിട്ട് ശ്രമിച്ചത്. അങ്ങനെയാണ് ഇതുണ്ടാക്കാനുള്ളൊരു കാരണം. ഇതിന് ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസൊക്കെ ഇത് ഏറ്റവും കൂടുതൽ ഞാൻ ചെയ്തിരിക്കുന്നത് പഴങ്ങളിൽ നിന്നാണ് ചെയ്തിരിക്കുന്നത്. ഇതെല്ലാം ബിയറിൻ്റെ ബോട്ടിലുകളാണ്, അതായത് പുരുഷന്മാർ ഉപയോഗിച്ചിട്ട് കളയുന്ന ബോട്ടിലുകൾ വച്ചിട്ടാണ് ഞാൻ ഇതിൽ വർക്കുകൾ ചെയ്തിരിക്കുന്നത്. ഇത് എത്ര സമയം ആവശ്യമാണ്? ഇത് കണ്ടിന്യൂസ് ആയിട്ടൊക്കെ ഇരിക്കുകയാണെങ്കിൽ ഒരു ദിവസമൊക്കെ നിർബന്ധമായിട്ട് വേണം. ഇല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് വർക്കുകൾ ചെയ്തിട്ട് പിന്നെ അടുത്ത ദിവസമായിരിക്കും ബാക്കി വർക്കുകൾ. ഈ വർക്ക് ആർക്കെങ്കിലുമൊക്കെ കൊടുക്കാറുണ്ട്? ഒരുപാട് എനിക്ക് സെയിലുണ്ട്. ഞാൻ പുറത്തൊക്കെ ഞാനിത് സെയിൽ ചെയ്യാറുണ്ട്. എത്ര മുതലായിരിക്കും ഇത്? സ്റ്റാർട്ടിങ്ങൊക്കെ 100-150 രൂപ മുതൽ ആണ് ഇതിൻ്റെയൊക്കെ സ്റ്റാർട്ടിങ് വരുന്നത്. അങ്ങനെ ഒരുപാട് കളക്ഷൻ ഉണ്ടായിരുന്നു. അതെല്ലാം ഏകദേശമൊക്കെ ഞാൻ സെയിൽ ചെയ്ത് കഴിഞ്ഞാണ്. ബാക്കിയുള്ളതാണ് ഇത്രയും ഇരിക്കുന്നത്. ഇതിന് ആർക്കെങ്കിലും പഠിപ്പിച്ച് കൊടുക്കുകയാണ്? പഠിപ്പിക്കാനായിട്ട് ഒത്തിരി പേര് പഠിക്കാനായിട്ട് ആഗ്രഹമായിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ട്. വെക്കേഷൻ കാലത്ത് എന്തായാലും എങ്കിലും പഠിപ്പിച്ചു കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. പിന്നെ മക്കൾ പഠിക്കുന്ന സ്കൂളിൽ കുറേ കുട്ടികൾക്ക് ഞാൻ പഠിപ്പിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ 2 മക്കളും കുറേശ്ശൊക്കെ അവർ ചെയ്യുന്നുണ്ട്. വളരെയധികം ഭംഗിയുണ്ട്. കുറേ പുതിയ പുതിയ രീതിയിലും പുതിയ മാറ്റങ്ങൾ വരുത്തിയിട്ടൊക്കെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പം നന്നായിട്ടിരിക്കുന്നു. ഇനിയും അധികം ആൾക്കാർ വാങ്ങിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നമ്മൾ നേരത്തെ ക്രാഫ്റ്റ് വർക്കിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ കേൾക്കുകയും അത് എന്താണെന്നും അറിയുകയും ചെയ്തു. ഇനിയാണ് നമ്മൾ അറിയാനുള്ളത് നെറ്റിപ്പട്ടത്തിനെ പറ്റിയിട്ടാണ്. മാം, ഇതിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ, അതിൻ്റെ റേറ്റ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ? ഇത് ആവശ്യമുള്ള സാധനം എന്ന് പറയുന്നത് നമ്മളിതെല്ലാം പാർട്സായിട്ട് വാങ്ങുന്നതാണ്. വാങ്ങിയതിന് ശേഷം നമ്മൾ വ്രതാനുഷ്ഠാനത്തോടു കൂടിയാണ് നമ്മളിത് നെറ്റിപ്പട്ടം ചെയ്തെടുക്കുന്നത്. ഇതിൽ റേറ്റിംഗ് എത്ര മുതലാണ്? ഇത് ഓരോ നെറ്റിപ്പട്ടത്തിൻ്റെ സൈസ് അനുസരിച്ചിരിക്കും നമ്മൾ ഓരോന്നിൻ്റെ റേറ്റ് നമ്മൾ തീരുമാനിച്ച് ചെയ്യുന്നു. ഇതിപ്പം എത്രത്തോളം ഈ നെറ്റിപ്പട്ട ചെയ്തതാണ്? ഇതുവരെ ഏകദേശം 15ഓളം നെറ്റിപ്പട്ടങ്ങൾ ഞാൻ ചെയ്തു. അതിൽ 2 എണ്ണം പുറം രാജ്യത്തേക്ക് കൊടുത്തു. പിന്നെ ബാക്കിയുള്ളൊക്കെ നെടുമങ്ങാട്, മണക്കാട് അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ തിരുവല്ലം അങ്ങോട്ടൊക്കെ എനിക്കിത് വിൽപ്പന നടത്താനായിട്ടൊക്കെ സാധിച്ചിട്ടുണ്ട്. സ്വന്തം രീതിക്ക് അനുസരിച്ചാണോ അതോ കസ്റ്റമർ പറയുന്ന രീതിക്ക് അനുസരിച്ചാണോ ഇതിൻ്റെ ഓരോ വർക്കും ചെയ്യുന്നത്? ഇത് ചിലവരൊക്കെ പറയാറുണ്ട് ഇതിന് ഒറ്റ കളർ മതി, നെറ്റിപ്പട്ടത്തിന് ഒരു കളർ മതി എന്ന് പറയുമ്പോൾ ഞങ്ങൾ അങ്ങനെ ചെയ്ത് കൊടുക്കും. ഇല്ലെങ്കിൽ ചിലർ പറയും 2 കളർ മതി എന്ന് പറയുകയാണെങ്കിൽ ആ രീതിക്ക് ചെയ്യും. ചില കസ്റ്റമേഴ്സ് പറയും ഇതുപോലെ തന്നെ മതി, 5 കളർ വേണം എന്ന് പറയുകയാണെങ്കിൽ ഞങ്ങൾ ആ രീതിക്കാണ് ചെയ്ത് കൊടുക്കാറുണ്ട്. ഈ നെറ്റിപ്പട്ടത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഇത് ഒരു ഫാൻസി നെറ്റിപ്പട്ടമാണെങ്കിൽ പോലും ഇതിൽ എല്ലാ ദൈവങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഒരു നെറ്റിപ്പട്ടം പൂർത്തീകരിക്കുന്നത്. ഇതിൽ ആദ്യം പറയുന്നത് മൂലഗണപതി, ലക്ഷ്മി, സരസ്വതി, പാർവതി, പിന്നെ ത്രിമൂർത്തികൾ, നവഗ്രഹങ്ങൾ, പഞ്ചമൂർത്തികൾ, വിശ്വകർമാവ്, പിന്നെ അത് കഴിഞ്ഞ് അഷ്ടലക്ഷ്മികൾ, അങ്ങനെ പോകുന്നു അതിൻ്റെ ഐതിഹ്യങ്ങൾ. പിന്നെ ഇത്രയും ദിവസമായിട്ട് കുറേ അധികം നെറ്റിപ്പട്ടം നിർമ്മിച്ചിട്ടുണ്ടാവും. ഇപ്പോൾ ഒരു ഏകദേശം എത്ര നിർമ്മിച്ചാണ്? ഏകദേശം ഞാൻ 15ഓളം നെറ്റിപ്പട്ടങ്ങൾ ഞാൻ ചെയ്ത് തീർത്തു. അതിപ്പോൾ ഇത് 16ാമത്തെ നെറ്റിപ്പട്ടമാണ് ഞാൻ ചെയ്യുന്നത്. ആദ്യമായിട്ട് ചെയ്ത നെറ്റിപ്പട്ടം ആ കളറാണ്. അതാണ് ഞാൻ ആദ്യമായിട്ട് ഞാൻ ചെയ്തത്.
ഹായ്. അപ്പം ഇത് ഇവിടെ വന്നപ്പോൾ കണ്ട ഒരു വ്യത്യസ്തമാർന്നൊരു ഹാരമാണ്. അപ്പം ഇത് എന്താണെന്നും കൂടെ നമുക്ക് മാഡത്തിൻ്റെ അടുത്ത് ചോദിക്കാം. മാഡം, ഇത് ഭയങ്കര വ്യത്യസ്തമായിട്ടും വേറെ ഒരിടവും കാണാത്ത രീതിയിലുള്ള ഒരു ഹാരമാണ്. അപ്പം ഇത് എങ്ങനെയാണ് ഉണ്ടാക്കിയത്? ഇത് ഞങ്ങൾ ഇത് തുണി വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. ഇത് വാഷബിളാണ്. ഇതിന് ആവശ്യക്കാർ ഏറെ ഉണ്ട്. ഇത് ഞാൻ പല കളറിലും ഈ നേരത്തെ നെറ്റിപ്പട്ടത്തിൻ്റെ കാര്യം പറയുമ്പോൾ തന്നെ കസ്റ്റമേഴ്സിൻ്റെ ആഗ്രഹപ്രകാരം ഞാൻ അവർ പറയുന്ന കളറിൽ ഞാനിത് ചെയ്ത് കൊടുക്കാറുണ്ട്. ഇത് പല കളറിലും അവൈലബിൾ ആണ്? തീർച്ചയായിട്ടും കസ്റ്റമേഴ്സ് പറയുന്ന രീതിക്ക് ഏത് രീതിക്ക് വേണോ നമുക്കിത് വലുതും ചെറുതുമായിട്ടുള്ളതെല്ലാം നമുക്കിത് ചെയ്യാനായിട്ട് സാധിക്കും. ഇത് ഉപയോഗിക്കുന്നത് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വീട്ടിലുള്ള വിഗ്രഹങ്ങളിലൊക്കെ ഇടാം. പിന്നെ കാറിൻ്റെ കളറിൽ ഉപയോഗിക്കാനായിട്ട് പറ്റും. ചിലവർക്ക് ടൂ വീലറിൽ വാങ്ങിച്ച് ഉപയോഗിക്കാറുണ്ട്. പിന്നെ ചിലവരൊക്കെ വീടുകളിൽ അച്ഛനും അമ്മയൊക്കെ മരണപ്പെട്ട് പോയിട്ടുണ്ടെങ്കിൽ അവർക്കൊക്കെ ഇതുപോലത്തെ ഹാരങ്ങളൊക്കെ വാങ്ങിച്ചിടാറുണ്ട്. പിന്നെ ചിലരൊക്കെ ക്രിസ്ത്യൻസ് ആണെന്നുണ്ടെങ്കിൽ അവർ മാതാവിൻ്റെ ഫോട്ടോയിലും അങ്ങനെയൊക്കെ ഇത് വാങ്ങി ഉപയോഗിക്കാറുണ്ട്. ഇതും കൂടുതലായിട്ട് എല്ലാവരും വാങ്ങിക്കാറ്? തീർച്ചയായിട്ടും. ഇത് ഇച്ചിരി നീളം കൂടിയതുകൊണ്ട് ഇച്ചിരി നീളം കുറഞ്ഞതും ഈ ടൈപ്പും ഒക്കെ ഒത്തിരി കസ്റ്റമേഴ്സ് എൻ്റെ കയ്യിൽ നിന്ന് ഇത് വാങ്ങാറുണ്ട്. പിന്നെ മാഡത്തിൻ്റെ ഇത്രയും വിലപ്പെട്ട സമയം എനിക്ക് വേണ്ടി മാറ്റി വെച്ചതിൽ ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ ഇത്രയും ഇവിടെ വന്നുകൊണ്ട് തന്നെയാണ് ഇതിനെ ഈ ഹാരത്തിനെ പറ്റിയാലും നെറ്റപ്പെട്ടത്തിനായാലും ക്രാഫ്റ്റിൻ്റെ നിരവധി കാര്യങ്ങളും അറിയാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. അപ്പം മാഡത്തിൻ്റെ കുറേ അധികം സമയമാണ് നമ്മൾ നഷ്ടപ്പെടുത്തിയത്. എന്തായാലും എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. കാരണം സാധാരണ വീട്ടമ്മയായ ഞങ്ങളൊക്കെ ചെയ്യുന്ന വർക്കുകളൊക്കെ കണ്ടിട്ട് നമ്മളോട് ഒരു ഇൻ്റർവ്യൂ ആണെങ്കിൽ പോലും ചോദിച്ചു വന്ന തിരുവനന്തപുരത്ത് നിന്നും പുളിയറക്കുളത്ത് താമസിക്കുന്ന അശ്വതിക്കും എനിക്ക് എൻ്റെ പേരിലും എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയും ഞാൻ നന്ദി അറിയിക്കുന്നു.